ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങി ഈ ഇടയായിട്ട് വളരെ ട്രെൻഡിങ് ആയിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ജീനി മേക്ക് എ വിഷ് എന്നൊരു സൗത്ത് കൊറിയൻ ഡ്രാമയാണ്. നമ്മൾ ഈ പണ്ട് കേട്ടുമറന്ന അലാവുദ്ദീന്റെ കഥ പോലെ ഇവിടെ സൈക്കോപാത്ത് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു ജീനിനെ കിട്ടുന്നുണ്ട്. മാത്രമല്ല അവൾക്ക് ഏതെങ്കിലും 3 ആഗ്രഹങ്ങളും അതിലൂടെ സാധിച്ചു നേടാനും കഴിയും. പക്ഷെ പറയുന്ന പോലെ കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ലായിരുന്നു കേട്ടോ. മാത്രമല്ല അവർ രണ്ടുപേരും കണ്ടുമുട്ടിയതിൽ പിന്നെ അവിടെ നടക്കുന്ന പുകലുകളൊക്കെയാണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത്. അപ്പോൾ അധികം വെച്ച് താമസിപ്പിക്കാണ്ട് നമുക്ക് നേരെ ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് നോക്കിയാലോ. അങ്ങനെ ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലെ ഹീറോ ആയിട്ടുള്ള ജീനിയുടെ ഒറിജിനെ പറ്റിയിട്ടാണ് നമുക്കൊരു വോയിസ് ഓവർ കേൾപ്പിക്കുന്നത്. അതായത് ആദ്യം ദൈവം 3-ാം ദിവസം ഏഞ്ചൽസിനെ സൃഷ്ടിക്കുകയും 4-ാം ദിവസം ഈ ജീനിമാരെ സൃഷ്ടിക്കുകയും ചെയ്തു. പക്ഷെ ഈ ജീനികളാകട്ടെ ഈ ലോകത്തിൽ അവർക്ക് വേണം ഏറ്റവും വലിയ സ്ഥാനം തരാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ റൂഡായിട്ട് പെരുമാറുമ്പോൾ ഈ ജീനിമാരുടെയും ഏഞ്ചൽസിന്റെയും ഇടയിൽ ഒരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ 300 വർഷങ്ങൾ നീണ്ടുനിന്ന ആ ഒരു യുദ്ധം തീരുമ്പോൾ ഒരുപാട് ജീനിമാരൊക്കെ മരിച്ചു പോയെങ്കിലും നമ്മുടെ നായകനായിട്ടുള്ള ജീനി ആകട്ടെ സ്വയം ഒരു വിളക്കില് ഒളിച്ചിരുന്ന കാരണം കൊണ്ട് ലക്കിലി അവൻ അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന നേരാണ് ദൈവം കളിമണ്ണൊക്കെ എടുത്തിട്ട് മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നത്. മാത്രമല്ല ബാക്കി അവശേഷിക്കുന്ന ഏഞ്ചൽസിന്റെ ജീനീസിന്റെ ഒക്കെ അടുത്ത് നിങ്ങൾ ഇനി മുതൽ മനുഷ്യന്മാരുടെ മുമ്പിൽ ബോ ചെയ്യണമെന്നും അവരായിരിക്കണം ഏറ്റവും വലിയ അധികാരമുള്ളവര് എന്നൊക്കെ പറയുമ്പോൾ ബാക്കി എല്ലാവരും അത് സമ്മതിച്ച് ദൈവം പറഞ്ഞത് കേൾക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോ ആയിട്ടുള്ള ജീനി മാത്രം അത് ധിക്കരിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ വാക്ക് കേൾക്കാത്തോണ്ട് അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇബ്ലിസ് എന്ന നമ്മുടെ ജീനി ഇപ്പൊ ദൈവത്തിന്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് ഒക്കെ വെക്കുന്നുണ്ട്. അത് പ്രകാരം ദൈവത്തിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള സൃഷ്ടിയായിട്ടുള്ള മനുഷ്യന്മാരെ കറപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം തനിക്ക് തരണമെന്നും അതിലൂടെ ഈ മനുഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും നീചരായിട്ടുള്ള ആൾക്കാരാണെന്നും അവരല്ല നിന്റെ മഹത്തായിട്ടുള്ള സൃഷ്ടിയെന്ന് ഞാൻ നിനക്ക് പ്രൂവ് ചെയ്ത് തരാമെന്നും അവൻ പറയുമ്പോൾ ദൈവവും അതിനെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഈ ജീനിക്ക് 3 ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനായിട്ടുള്ള കഴിവ് കൊടുക്കുകയും മനുഷ്യന്മാരാകട്ടെ ഇത് ഉപയോഗിച്ചിട്ട് സെൽഫിഷ് ആയിട്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ പറഞ്ഞതുപോലെ മനുഷ്യന്മാരാകട്ടെ സ്വയം കറപ്റ്റ് ആയിട്ട് തെറ്റുകളിൽ നിന്ന് തെറ്റുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചെറിയൊരു കുട്ടീനെ അവൻ ഒരിക്കൽ കാണുന്നതും അവളാകട്ടെ അവളുടെ 3 ചാൻസ് എടുത്തിട്ട് ബാക്കിയുള്ളവരെ സേവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുകയും അതിലൂടെ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇബ്ലിസിന്റെ ആ ഒരു ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് അവൻ അങ്ങനത്തെ ഒരു മനുഷ്യനെ കാണുന്നത്. അതാകട്ടെ ഒരു ചെറിയ കുട്ടി. അങ്ങനെ ബാക്കിയുള്ള ഒരുപാട് മനുഷ്യന്മാരുടെ അടുത്ത് അവരുടെ 3 ആഗ്രഹങ്ങൾ നടത്തി കൊടുത്ത് അവരെ കറപ്റ്റ് ആക്കിയെങ്കിലും ആ ഒരു ചെറിയ കുട്ടിയെ മാത്രം കറപ്റ്റ് ആക്കാനായിട്ട് അവന് സാധിക്കാത്തതുകൊണ്ട് തന്നെ പിന്നീട് ഒരുപാട് വർഷത്തേക്ക് ഒരു പണിഷ്മെന്റ് എന്ന പോലെ അവൻ ഒരു വിളക്കില് ലോക്ക്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 90 വർഷങ്ങൾക്ക് മുകളിൽ അവൻ ആ ഒരു ലാമ്പിൽ ജീവിച്ചുകൊണ്ടിരിക്കെ തന്നെ എങ്ങനെയെങ്കിലും തന്റെ പുതിയൊരു മാസ്റ്റർ തന്നെ ഇതിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ ചെയ്യുന്നത് ആ ഒരു കുട്ടി പുതിയ ഏതെങ്കിലും ജന്മങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവളെ പോയിട്ട് കാണുകയും അവളെ വീണ്ടും 3 ആഗ്രഹങ്ങളൊക്കെ കൊടുത്ത് പണ്ട് ഒരു പ്യൂർ സോൾ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടിയെ കറപ്റ്റ് ആക്കാനായിട്ട് അവൻ വീണ്ടും ട്രൈ ചെയ്യുമെന്നും അങ്ങനെ അവള് മരിക്കുന്നേക്കാളും മുമ്പുള്ള അവളുടെ ആ ഒരു സ്മെല്ലും അവളെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കളിമണ്ണിന്റെ സ്മെല്ലൊക്കെ താൻ ഓർത്തു വെക്കുന്നുണ്ടെന്നൊക്കെ അവൻ ഇപ്പോ ആ ഒരു ലാമ്പിന്റെ അകത്ത് വെച്ച് ഉറപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പിന്നീട് നമ്മളെ കാണിക്കുന്നത് പ്രസന്റില് ദുബായിലുള്ള ഒരു റെസ്റ്റോറന്റിൽ ആരെയോ വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ നായികയായിട്ടുള്ള ഇത്തിരി സൈക്കോപാത്തിൻ്റെതുപോലെ ബിഹേവിയർ ഒക്കെ ഉള്ള യങ്ങിനെയാണ്. യങ് ആകട്ടെ എല്ലാ വർഷവും ആ ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നിട്ട് ആരെയോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പതിവായിരുന്നു. അങ്ങനെ ഇരിക്കെ തന്നെ അവളുടെ ടേബിളിലേക്ക് ഇപ്പൊ ഒരു ലേഡി വന്നിട്ട് നീ എങ്ങനെയാണ് എന്നെ കണ്ടുപിടിച്ചെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അത് ശരിക്കും യങ്ങിന്റെ അമ്മയായിരുന്നെന്നും പണ്ട് ചെറുപ്പത്തില് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവളുടെ അമ്മ അവൾ ഉപേക്ഷിച്ച് അവളുടെ മുത്തശ്ശിയുടെ അടുത്ത് ആക്കിയിട്ട് മുത്തശ്ശിക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് പോയതാണെന്നുള്ള ഫ്ലാഷ് ബാക്ക് ഒക്കെ നമ്മളെ കാണിക്കുന്നത്. മാത്രല്ല അങ്ങനെ എന്റെ ലൈഫിലെ ഏറ്റവും പൊട്ട സമയത്ത് താൻ ഒറ്റയ്ക്കാക്കി മുത്തശ്ശിയുടെ അടുത്താക്കി പേരിന് കുറച്ച് പൈസയും കൊടുത്ത് കടന്നു കളഞ്ഞ അവളുടെ അമ്മേനെയും ബാക്കി ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഒരിക്കലെങ്കിലും കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, പക്ഷെ മറിച്ച് അവരോടുള്ള ഒരു ദേഷ്യം കാരണം കൊണ്ട് ഒരിക്കലെങ്കിലും അവരെ കാണണമെന്നും 2 വാക്ക് മുഖത്തോക്കി സംസാരിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് ഒരുപാട് വർഷങ്ങളായിട്ട് അവള് കണ്ടിന്യൂസ് ആയിട്ട് ദുബായിലുള്ള ആ ഒരു റെസ്റ്റോറന്റിലേക്ക് വന്ന് ഇരിക്കാറുള്ളത്. മാത്രമല്ല ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് കാണുന്ന തന്റെ സ്വന്തം മകളുടെ അടുത്ത് യാതൊരു ഇന്റിമസിയും ഇല്ലാണ്ട് വലിയ മൈൻഡ് വെക്കാതിരിക്കുന്ന അവളുടെ അമ്മയുടെ മുഖം കാണുമ്പോൾ അവൾക്ക് ഒത്തിരി ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ യങ്ങിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, അവളൊരു സൈക്കോപാത്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ദേഷ്യവും വിഷമവും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യാന്ന് ആർക്കും തന്നെ പറയാൻ പറ്റില്ല. മാത്രമല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവൾ ആരെ വേണമെങ്കിലും കൊന്നുകളയെ വരെ ചെയ്യും. വീണ്ടും നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണെങ്കിൽ പണ്ട് അവളുടെ അമ്മ അവളെ ഉപേക്ഷിച്ച് പോയതിനു ശേഷം അവളുടെ മുത്തശ്ശിയായിരുന്നു അവളുടെ എഡ്യൂക്കേഷൻ പോലുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ
അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ മുത്തശ്ശീനെ ക്ലാസ് ടീച്ചർ സ്കൂളിലേക്ക് വിളിപ്പിക്കുകയും കാര്യം ചോദിച്ച സമയത്ത് അവൾ ആകട്ടെ അവിടെ ഈ ഫ്രോക്സിനെയൊക്കെ ഡൈസെക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് എപ്പോഴും വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഓരോ ജീവികളെ കൊല്ലുന്നതിലും അവർ വേദനിപ്പിക്കുന്നതിലൊക്കെയാണ് യങ്ങിന് കുറച്ചും കൂടി ഇഷ്ടമുള്ളതെന്നൊക്കെ ടീച്ചർ പറയുമ്പോൾ അന്ന് നൈറ്റ് അവളുടെ ഗ്രാൻഡ് മദർ ഇപ്പൊ അവളുടെ അടുത്തേക്ക് പോയിട്ട് ഒരു ഫ്രോഗിനെ അവളുടെ മുമ്പിലേക്ക് വെച്ചിട്ട് അതിനെ കീറി മുറിക്കാനായിട്ട് അവളുടെ അടുത്ത് ആവശ്യപ്പെടുമ്പോൾ വളരെ സന്തോഷത്തോടെയും വളരെ എക്സൈറ്റഡ് ആയിട്ട് അവൾ അതിനെ കീറി മുറിക്കുന്നുണ്ട്. പക്ഷെ തൊട്ടടുത്ത നിമിഷം തന്നെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് അവളുടെ ഗ്രാൻഡ് മദറും ഇപ്പൊ അവളുടെ കയ്യിൽ അങ്ങനെ ഒരു മുറിവ് മുറിച്ചിട്ട് നിന്നെ പോലെ തന്നെ വേദനയും കാര്യങ്ങളൊക്കെ ബാക്കി എല്ലാ ജീവികൾക്കും മനുഷ്യർക്കും ഉണ്ടെന്നും അതുകൊണ്ട് അവരാരെയും അങ്ങനെ ഹേർട്ട് ചെയ്യരുതെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള അവള് വളരെ ദേഷ്യപ്പെട്ട് സ്വന്തം മുത്തശ്ശിയുടെ കഴുത്തിലൊക്കെ കയറി പിടിച്ച് മുത്തശ്ശിയെ കൊല്ലാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് തന്നെയാണ് നമ്മുടെ യങ്ങിന്റെ പ്രശ്നം. അവൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൾ ഒരുമാതിരി സൈക്കോയെ പോലെയാണ് ബിഹേവ് ചെയ്യുക. പക്ഷെ നമ്മുടെ ഗ്രാൻഡ് മദർ ആകട്ടെ ഈ ഒരു സിറ്റുവേഷൻ നന്നായി തന്നെ കൈകാര്യം ചെയ്തിട്ട് അവൾ ഗ്രാൻഡ് മദറിന് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ തിരിച്ചും അവളുടെ അടുത്തും ഗ്രാൻഡ് മദർ ചെയ്യുന്നുണ്ട്. കാരണം അവളുടെ ആ ഒരു ക്യാരക്ടറിന് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും ചെയ്യരുതെന്ന് പറഞ്ഞാലും അവൾക്ക് അത് റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി കൂടുന്നു. അവളെ ഈ ഒരു ഇതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു വഴി ഇത് തന്നെയായിരുന്നു എന്ന് ആ ഒരു ഗ്രാൻഡ് മദർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം നീ നിന്റെ ക്യാരക്ടർ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യണമെന്നും നീ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ശരിക്കും കൊല്ലുമെന്നും നീ ആരെങ്കിലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ശരിക്കും വേദനിപ്പിക്കുന്നൊക്കെ മുത്തശ്ശി ഇപ്പൊ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൈക്കോട്ടിക് ആയിട്ടുള്ള യങ്ങിനെ തടഞ്ഞു നിർത്തുന്നതും അവളെ കൺട്രോൾ ചെയ്ത് അപകടകാരി അല്ലാത്ത രീതിയിൽ അവളെ മാറ്റിയെടുത്തതും ആക്കിയെടുത്തതൊക്കെ അവളുടെ മുത്തശ്ശി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം എപ്പോഴും യങ്ങിന് മുത്തശ്ശിയുടെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവളുടെ അമ്മേനെ കണ്ടിട്ട് എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയാൻ ില്ലെന്നും പക്ഷെ തന്നെയോ തന്റെ ഗ്രാൻഡ് മദറിനെയോ എങ്ങനെയെങ്കിലും വിഷമിപ്പിക്കാനായിട്ട് വീണ്ടും നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ കാരണം എന്റെ മുത്തശ്ശി കരയുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് അവളിപ്പോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്നത് ദുബായിൽ വന്ന സ്ഥിതിക്ക് ഒരു ടൂറിസം പാക്കേജുകാരോടൊപ്പം അവിടെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായികയായിട്ടുള്ള അങ്ങനെയാണ്. അങ്ങനെ അവളിപ്പോ അവിടെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യുന്നതിനിടയിൽ ഒരു ഡെസേർട്ടിലേക്ക് എത്തിയിട്ട് അവളുടെ ലൈഫിനെ കുറിച്ചും അവളുടെ അമ്മ അവളെ ഉപേക്ഷിച്ചു പോയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കെ തന്നെ പെട്ടെന്ന് ആ മണലിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ലാമ്പ് തട്ടി അവൾ ഒന്ന് വീഴുന്നുണ്ട്. ഓൾറെഡി ദേഷ്യം വന്നിരിക്കുന്ന യങ് തന്നെ വീഴ്ത്തിയ കാര്യം ആലോചിച്ചിട്ട് ആ ഒരു ലാമ്പിനോട് വീണ്ടും ദേഷ്യം തോന്നിയിട്ട് അവളിപ്പോ ആ ഒരു ലാമ്പിനെ എടുത്ത് അത് അവളുടെ അമ്മയുടെ മുഖമായിട്ട് സങ്കല്പിച്ച് അതിനൊരുപാട് മണ്ണിലിട്ട് തല്ലി തല്ലി ഒരുപാട് ഷേക്ക് ചെയ്തിട്ട് അവളുടെ അമ്മയുടെ തല ഒരുപാട് ഇടിച്ച് പൊട്ടിക്കുന്നത് പോലെ മനസ്സിൽ കണ്ട് അവൾ അങ്ങനെ ആ ഒരു ലാമ്പിനെ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളുടെ മനസ്സിൽ അവളുടെ അമ്മേനെ കൊല്ലുന്നതായിട്ട് സങ്കല്പിച്ച് ആ ഒരു വിളക്കിനെ ഒരുപാട് ഹാം ചെയ്തതിനു ശേഷം അവൾ അതിനെ എറിഞ്ഞു കളയുന്നുണ്ടെങ്കിലും വീണ്ടും അവൾ നടക്കവേ അത് തന്നെ തട്ടി വീണ്ടും അവൾ വീഴുന്നുണ്ട്. ഈ നേരം ആരെ ഈ വിളക്ക് വീണ്ടും ഇവിടെ കൊണ്ടിട്ടേന്ന് വെച്ച് അവൾ ദേഷ്യപ്പെടുമ്പോൾ പെട്ടെന്ന് അതിന്റെ അകത്ത് നിന്ന് എന്തോ ഒരു സൗണ്ടൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഒരു വിൻഡൊക്കെ വന്നിട്ട് അവളുടെ മുമ്പിൽ ഇപ്പൊ ഒരു ജീനി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവളാകട്ടെ ഇത് കണ്ടിട്ട് ഇതാരാണോ എന്ന് ചിന്തിച്ചേക്കുമ്പോൾ ആ ഒരു ജീനി ആകട്ടെ പെട്ടെന്ന് അവളുടെ ബാക്കിലേക്ക് വന്നിട്ട് അവളെ മണത്ത് നോക്കിയിട്ട് ഇത് നീ തന്നെയാണെന്നും ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മാസ്റ്റർ അത് നീ തന്നെയാണെന്നും അവനിപ്പോ പറയുന്നുണ്ട്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും കറപ്റ്റ് ആവാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം കളഞ്ഞ ആ ഒരു ചെറിയ കുട്ടിയുടെ ഒരു പുനർജന്മമാണ് യങ് എന്നാണ് ആ ഒരു ജീനി ഇപ്പൊ പറയുന്നത്. പക്ഷെ ജീനി ആകട്ടെ ഇത്രയും കാര്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അവളാകട്ടെ അവനെ മൈൻഡ് ചെയ്യാണ്ട് ഒരു കൂസലുമില്ലാണ്ട് നിൽക്കുന്ന കാണുമ്പോൾ ജീനിക്ക് ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവളാകട്ടെ ഒരുപാട് നേരം ആ ഒരു ലാമ്പിനെ ഇട്ട് കുലുക്കിയ കാരണം കൊണ്ട് അവനാകട്ടെ മര്യാദയ്ക്ക് ഒന്ന് നിൽക്കാനോ നിവരാനോ പറ്റാത്ത അവസ്ഥയിലാണ്. പോരാത്തതിന് അവന്റെ വളരെ നീളമുള്ള മുടിയും മര്യാദയ്ക്കൊന്നും നടക്കാനായിട്ട് അവന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ യങ് ആകട്ടെ ഇതൊന്നും തന്നെ മൈൻഡ് ചെയ്യാണ്ട് ആ ജീനിനെ ആ ഒരു വനഭൂമിയിൽ തന്നെ ഉപേക്ഷിച്ച് അവളുടെ റൂമിലേക്ക് എത്തുമ്പോൾ ആ ഒരു റൂമിൽ അവളെയും വെയിറ്റ് ചെയ്തിരിക്കുന്ന ജീനിയാണ് അവൾ കാണുന്നത്. അവൾക്ക് ഇപ്പോഴും വിശ്വാസം വരാത്തോണ്ട് ജീനി ഇപ്പോൾ 900 വർഷങ്ങൾക്ക് ശേഷമാണ് തനിക്ക് പുതിയ ഒരു മാസ്റ്ററിനെ കിട്ടുന്നതെന്നും നീ തന്നെയാണ് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത പ്യുവർ സോൾ ആയിട്ട് വന്നതെന്നും പിന്നീട് അങ്ങോട്ട് നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്നൊക്കെ ആ ഒരു ജീനി ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. കാര്യം ഇപ്പൊ നമ്മുടെ ജീനി ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ശരിക്കും അവന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. അതായത് അവൻ മുമ്പേ വാശി പിടിച്ച പോലെ തന്നെ ഇതിനു മുമ്പ് ഒരുപാട് ജന്മങ്ങളിലായിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി സ്വയം സാക്രിഫൈസ് ചെയ്യുകയും അങ്ങനെ യാതൊരു തെറ്റും ചെയ്യാത്ത ഒരു പ്യുവർ സോൾ ആയിട്ടുള്ള ഇവളെ ഇക്കൊല്ലം എങ്ങനെയെങ്കിലും കറപ്റ്റ് ആക്കിയിട്ട് എന്തെങ്കിലും പാപങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്ന മനുഷ്യന്മാരെല്ലാരും ഒരുപോലെയാണെന്നും മനുഷ്യരല്ല ദൈവത്തിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ളൊരു സൃഷ്ടിയെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് കീഴിലായിട്ട് ജീനികൾ ജീവിക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്നൊക്കെ എങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അന്ന് ദൈവമായിട്ട് ഈ ഒരു കണ്ടീഷൻ വെക്കുന്ന അന്ന് ഈ കാറ്റഗറിയിലല്ലാത്ത ഇന്നത്തെ ഈ ഒരു ജനറേഷനിലും ആൾക്കാർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്ത് കൂടെ നിർത്തുന്ന സ്വയം സാക്രിഫൈസ് ചെയ്യാൻ മടിക്കാത്ത ഒരു പ്യുവർ
പ്യുവർ സോളിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവൻ സ്വയം തോൽവി ആക്സെപ്റ്റ് ചെയ്യാമെന്നും അവനെ ഹെല്ലിലേക്ക് അയക്കാമെന്നും അവൻ ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ യങ്ങിന്റെ ഒപ്പം കൂടി എങ്ങനെയെങ്കിലും അവളെ വഴി തെറ്റിച്ച് പണത്തിനും ആഡംബരത്തിനൊക്കെ അവളെ അഡിക്റ്റ് ആക്കി ദൈവത്തിന്റെ മുമ്പിൽ ജയിക്കാനായിട്ടാണ് അവൻ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ എങ്ങനെയെങ്കിലും തന്റെ ആ ഒരു ആഗ്രഹം നടത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവൾ മനഃപൂർവ്വം കറപ്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ജീനി ഇപ്പൊ അവളുടെ അടുത്ത് അവളുടെ 3 ആഗ്രഹങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത്രയും നാള് അവൻ കണ്ടുകൊണ്ടിരുന്ന സാധാരണ മനുഷ്യരെ പോലെ അവൾ സ്വന്തം കാര്യം നോക്കി ഒരുപാട് പൈസയും ആർഭാടൊക്കെ ആഗ്രഹിക്കുന്നതാണ് അവൻ വിചാരിച്ചെങ്കിലും അവളിപ്പോ തനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് 3 ആഗ്രഹങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ് അവന്റെ ആ ഒരു ഓഫർ റിജക്ട് ചെയ്യാണ്. മാത്രമല്ല നിന്നെ കൊല്ലാനായിട്ട് ഒരു അവസരം എനിക്ക് തരുമെന്നും അവൾ ചോദിക്കുന്ന കേൾക്കുമ്പോൾ ജീനി ചെറുതായിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ അവന്റെ സൈഡിലൂടെ ഒരു മോട്ടോർ ബൈക്കൊക്കെ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് ഈ സാധനങ്ങളൊക്കെ കാണുന്ന അവൻ ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോവുകയും വളരെ സ്പീഡിൽ പോകുന്ന ആ ഒരു മോട്ടോർ ബൈക്ക് അവന്റെ ബോഡിയെ ആദ്യം 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചെങ്കിലും പിന്നീട് അത് നോർമലൊക്കെ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവൾ എങ്ങോട്ടൊക്കെ പോകുന്നു അവിടെ ഒക്കെ ഒരു ജീനി അവളെ ഫോളോ ചെയ്തിട്ട് അവളുടെ ഒരു 3 ആഗ്രഹങ്ങൾ എന്താണെന്ന് അവളോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓൾറെഡി സൈക്കോപാത്തായിട്ടുള്ള നമ്മുടെ യങ്ങിന് ഇതൊക്കെ കണ്ട് ദേഷ്യമെന്ന് അവൾ പൊട്ടിത്തെറിക്കുമ്പോൾ ഈ ജീനി ഇൻവിസിബിൾ ആയതുകൊണ്ടും അവൻ ഇപ്പോൾ ആർക്കും കാണാൻ പറ്റാത്തതുകൊണ്ടും ഇവളെന്താ ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ആലോചിച്ച് അവളുടെ ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും ആകെ കൺഫ്യൂസ്ഡ് ഒക്കെ ആകുന്നുണ്ട്. അങ്ങനെ ഇവന്റെ ശല്യം സഹിക്കാൻ പറ്റാണ്ട് അവളിപ്പോ ആ ഒരു ലാമ്പ് എടുത്ത് കടലിൽ കൊണ്ട് എറിഞ്ഞു നോക്കുകയും വെറും 1 രൂപയ്ക്ക് അതിന് വിൽക്കാനൊക്കെ ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ എങ്ങനെയൊക്കെ അതിനെ ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞാലും അന്ന് വൈകുന്നേരം അവൾ റൂമിലേക്ക് എത്തുന്ന സമയത്ത് ജീനി അവിടെ അവളെയും വെയിറ്റ് ചെയ്ത് ഇരിക്കാറുണ്ടായിരുന്നു. ഇതിലൂടെ തന്നെ ഒരിക്കലും ഒരാൾ മാസ്റ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ഉണ്ടായാലും ആ ഒരു ജീനി ആ ഒരു മാസ്റ്ററിന്റെ തന്നെ അണ്ടറിലായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ ഇപ്പോഴും യങ്ങിനാകട്ടെ ഇവൻ ശരിക്കും ഒരു ജീനിയാണെന്നും ഇതിനി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നും വിശ്വാസം അല്ലാത്തതുകൊണ്ട് നീ ശരിക്കും ജീനിയാണെങ്കിൽ നിനക്ക് പറക്കാൻ കഴിയുമെന്ന് അവൾ ചോദിക്കുന്ന താമസം തന്നെ അവനിപ്പോ അവളെയും എടുത്തുകൊണ്ട് ഒരുപാട് ഉയരെ പറന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ അവനിപ്പോ കുറെ നേരം അവൾ ആകാശത്തിലൂടെ പറത്തി ഒരു ഉയർന്ന ടവറിന്റെ മുകളിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അവൻ അവളുടെ 3 വിഷുകൾ എന്താന്ന് ചോദിക്കുമ്പോൾ അവളിപ്പോ വളരെ വിയോർഡായിട്ടുള്ള ചിരി അവനെ നോക്കി ചിരിക്കുന്ന കണ്ടിട്ട് അവൻ എന്തോ ഒരു പന്തിക എടുത്തു തോന്നുന്നുണ്ട്. എന്നിട്ട് അവളാകട്ടെ ഇവിടെ ആരും ഇല്ലെന്നും ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനും ആണെന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ഇപ്പൊ നടന്നു വരുന്നുണ്ട്. മാത്രമല്ല പണ്ട് ചെറുപ്പത്തില് അവൾ മുത്തശ്ശിക്ക് കൊടുത്ത ആ ഒരു പ്രോമിസ് കാരണം കൊണ്ടാണ് ഇത്രയും നാള് അവൾ കാമായിട്ട് ഇരുന്നേന്നും ഇവിടെ വെച്ച് എന്തുണ്ടായാലും എന്റെ ഗ്രാൻഡ്മ അതറിയാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് അവൾ നേരെ അവന്റെ അടുത്തേക്ക് വന്ന് അവനെ ഉന്തി ആ ഒരു ടവറിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മുടെ യങ്ങിന്റെ പ്രോബ്ലം. അതായത് ശരിക്കും അവളിൽ ചെറിയ ഒരു സൈക്കോപത്തറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് അവൾക്ക് ആരെങ്കിലും കൊല്ലാനായിട്ടുള്ള ദേഷ്യം വരികയും ശരിക്കും ആരെങ്കിലും മർഡർ ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഒക്കെ ഒരുപാട് കൂടുതലായിരുന്നു. ഇത്രയും നാളും അവൾ അതിൽ നിന്ന് പിടിച്ചു നിർത്തിയിരുന്നതൊക്കെ അവളുടെ മുത്തശ്ശിയുമായിട്ട് അവൾ ഉണ്ടാക്കി വെച്ചിരുന്ന കുറച്ച് റൂൾസും റെഗുലേഷൻസും ആയിരുന്നു. അതായത് അവൾ ആരെങ്കിലും കൊല്ലാണെങ്കിൽ അവളുടെ മുത്തശ്ശി അവളെ കളയും എന്നുള്ള ആ ഒരു റൂള് വളരെ ചെറുപ്പത്തിൽ തന്നെ മുത്തശ്ശി അവളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത കാരണം കൊണ്ട് ഇത്രയും നാളും അവൾ ആ ഒരു റൂളില് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവൾ അവനെ തള്ളിയിട്ടതിനു ശേഷം അവൻ പെട്ടെന്ന് വളരെ ദേഷ്യത്തിൽ തന്നെ തിരിച്ച് അവളുടെ അടുത്തേക്ക് വന്നിട്ട് എന്റെ ദേഹത്ത് കൈവയ്ക്കാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നിയെന്ന് പറഞ്ഞിട്ട് നേരെ അവളുടെ കഴുത്തിന് കുത്തിപിടിക്കുന്നുണ്ട്. മാത്രമല്ല ഈ സമയം അവൾ എങ്ങനെയും തന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് വിഷ് അങ്ങനെ വിഷ് ചെയ്യുന്ന അവൻ ആഗ്രഹിച്ചെങ്കിലും അവളാകട്ടെ അവളെ കൊന്നുകളയാനും അവൾക്ക് പേടിയില്ലെന്നൊക്കെ പറഞ്ഞ് വീണ്ടും കിടന്ന് ചിരിക്കുന്നത് കാണുമ്പോൾ ഇവിടെ ശരിക്കും ഒരു സൈക്കോ തന്നെയാണെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഈ സമയത്ത് അവൻ വീണ്ടും അവളൊന്ന് സ്മെൽ ചെയ്ത് നോക്കിയിട്ട് അതെ ആ ഒരു ക്ലേയുടെ സ്മെല്ല് നിന്റെ തന്നെയാണെന്നും പക്ഷെ നീ കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്നൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ട് കഴിഞ്ഞ ജന്മങ്ങളിൽ നീ വളരെ പാവമായിരുന്നെങ്കിലും ഈ ജന്മത്തിൽ നീ വളരെ ഡിഫറെന്റ് ആണെന്നും ഓൾറെഡി നീ വളരെ സ്പോയിൽഡ് ആയിട്ട് തെറ്റായിട്ടുള്ള ഒരു പാതയിലൂടെ നടക്കുന്നത് കാരണം കൊണ്ട് എനിക്ക് എക്സ്ട്രാ എഫേർട്ട് ഒന്നും ഇടേണ്ടി വരില്ലെന്നും അവനിപ്പോ പറയുന്നുണ്ട്. മാത്രമല്ല നീ നിന്റെ 3 വിഷയങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ തന്നെ നിന്ന് കൊന്നുകളയുന്നും അവനിപ്പോ അവളെ വോൺ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരാള് തന്നെ കൊല്ലുന്ന സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് പോലും അവൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് കാണുമ്പോൾ വീണ്ടും ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ജീനയെ കാണിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ് അങ്ങനെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സൈക്കോ ക്യാരക്ടറുള്ള നമ്മുടെ യങ് എന്തൊക്കെ 3 ആഗ്രഹങ്ങളായിരിക്കും ചോദിക്കുക. മാത്രമല്ല ജീനി ആഗ്രഹിക്കുന്ന പോലെ അവൾ എങ്ങാനും ആ ഒരു ട്രാപ്പില് വീഴോന്നും അല്ലെങ്കിൽ പൂർവ്വ ജന്മങ്ങളിലെ പോലെ അവൾ വീണ്ടും ഒരു പ്യൂർ സോൾ ആയിരിക്കും എന്നൊക്കെ ഇനി വരുന്ന എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണാം. അപ്പൊ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ ടേക്ക് കെയർ ആൻഡ് ബൈ.